നമസ്കാരം. അമേരിക്ക ഇറാൻ വിഷയം ഒരു യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്നറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അമേരിക്ക പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ യുദ്ധത്തിന്റെ വഴിയെ പോകുമെന്ന അമേരിക്കയുടെ ഭീഷണി ഇറാനു മുന്നിൽ നിലനിൽക്കുമ്പോഴും തങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തോ, പക്ഷേ ഭീഷണിക്കാരുടെ ഇങ്ങോട്ടെടുക്കണ്ട എന്ന തങ്ങളുടെ നിലപാട് ഉറക്കെ പറയുകയാണ് അന്നും ഇന്നും ഇറാൻ ചെയ്യുന്നത്. അമേരിക്ക ഇറാനുമായി ഒരു കരാറിലെത്തുമോ അതോ സൈനിക നടപടി സ്വീകരിക്കുമോ എന്നത് അടുത്ത 10 ദിവസത്തിനുള്ളിൽ ലോകം അറിയുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വാഷിംഗ്ടൺ DC-യിൽ നടന്ന ഒരു ബോർഡ് ഓഫ് പീസിന്റെ ഉദ്ഘാടന യോഗത്തിലായിരുന്നു ട്രംപിന്റെ നിലപാട്. ഇറാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ട്രംപ്, നമ്മൾ ഒരു അർത്ഥവത്തായ കരാർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. ഇറാനുമായി വിവേകപൂർണമായ ഒരു കരാർ ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്നും വർഷങ്ങൾ കൊണ്ട് തെളിഞ്ഞതാണ് എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതി ഉപേക്ഷിക്കുക ലക്ഷ്യമിട്ടുള്ള 2ാം വട്ട ചർച്ച ചൊവ്വാഴ്ച ജനീവയിൽ പൂർത്തിയായിരുന്നു. ചർച്ചകളിൽ പുരോഗതിയുണ്ട് എന്നാണ് ഇരുപക്ഷവും വ്യക്തമാക്കിയത്. അന്തിമ കരാറിനായുള്ള രൂപരേഖയുണ്ടാക്കിയെന്നും 3ാം ഘട്ട ചർച്ചയിലേക്ക് പോകാനാണ് ഇരു കക്ഷികളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കരാറിലെത്താനായില്ല എങ്കിൽ ഇറാനെതിരെയുള്ള നടപടികൾ US സജീവമായി ആലോചിച്ചു വരികയാണ് എന്നാണ് CNN റിപ്പോർട്ട് ചെയ്തത്. മധ്യേഷ്യയിലെ 22 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങൾക്കാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇറാനു നേരെ ആക്രമണം നടത്താൻ ട്രംപ് തീരുമാനിക്കുകയാണ് എങ്കിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന സാധ്യതയുള്ള നടപടികൾ വരെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ് US വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ നേതാക്കളെ ഇല്ലാതാക്കാനുള്ള പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള മണിക്കൂറുകൾ നീണ്ട ബോംബാക്രമണങ്ങളെ അപേക്ഷിച്ച് പലതും വളരെ വലിയ തോതിലായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ ആഴ്ച അവസാനത്തോടെ US ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തെത്തിയിരുന്നു. എന്നാൽ ഇറാനുമായി നയതന്ത്ര ചർച്ചയിലേക്ക് ഏർപ്പെട്ട പ്രാദേശിക നയതന്ത്രജ്ഞൻ പറയുന്നത് ആക്രമണം അത്ര പെട്ടെന്ന് ഉണ്ടാകില്ല എന്നതാണ്. ഇതുവരെ ട്രംപ് ഏതെങ്കിലും പ്രത്യേക സൈനിക നടപടിക്ക് ഉത്തരവിട്ടിട്ടില്ല എന്ന സൂചനയുമുണ്ട്. വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അദ്ദേഹം നയതന്ത്ര പരിഹാരത്തിനാണ് ഇപ്പോഴും മുൻഗണന നൽകുന്നു എന്നതാണ്. എന്നാൽ പ്രസിഡന്റ് എല്ലാ ആവശ്യകതകളും നിറവേറ്റുന്ന ഒരു ഉടമ്പടിയിൽ എത്തിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നതായാണ് പലരും ഇപ്പോൾ പറയുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് പോലുള്ള ആവശ്യങ്ങളോട് ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാകും ശ്രദ്ധേയം. ഇനി എന്താവും കാര്യങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.